ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്തല്ല, ചെറിയ രീതിയിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങാമെന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ ഈസി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തായാലും പറ്റും. അതിന് നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ സേഫ്റ്റി പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് വേറെ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ സേഫ് ആണെന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ദേഷ്യം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഈ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, ഇതുവരെ യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അഥവാ മീറ്റ് ചെയ്തു, എവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോളോ മെസ്സേജോ ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരികയോ അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരമായിട്ട് അവർ സേഫ് ആണെന്നൊരു തോന്നൽ ആ ഒരു പേഴ്സണിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു അനുഭവം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരുപാട് ചിന്തിക്കും. അതായത് ഇവരെന്നോട് ഇത്രയും നന്നായിട്ടാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ എനിക്കിപ്പോഴും അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് സേഫ് ആണെന്നൊരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്, യാതൊരു രീതിയിലുള്ള പേടിയില്ല, ടെൻഷനില്ല, അത്രയും സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങളോടുള്ള ദേഷ്യം കുറേയൊക്കെ കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാം, ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു ഇഷ്ടക്കുറവ് മാറാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. സോ ഇപ്പോഴും ഒരു സേഫ് ആണെന്നൊരു തോന്നൽ ആ പേഴ്സണിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഓൾഡ് വേർഷൻ മാറി, ഇപ്പൊ നിങ്ങൾ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള ലൈഫ് ഗോൾ, അതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുക, ഇതിലേക്ക് നിങ്ങൾ ഡീപ്പായിട്ട് മുഴുകിക്കഴിഞ്ഞു എന്നൊരു തോന്നൽ അവരിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറ്റം വന്നു എന്ന് തോന്നിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും അവർ നമ്മളുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ബ്ലോക്ക് ആണെങ്കിൽ അത് അൺബ്ലോക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ അവർ ഈ സോഷ്യൽ മീഡിയ വഴി അറിയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ്, സ്റ്റോറി ഇടുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവർ ബ്ലോക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ വേറെ വല്ല ഫ്രണ്ട്സ് വഴിയൊക്കെ എന്തായാലും അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, അത് അറിയിക്കാൻ വേണം ശ്രമിക്കാനായിട്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തേ പറ്റൂ, അങ്ങനെയാണ് നമുക്ക് അറിയിക്കാൻ പറ്റുക. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു മാറ്റം അവരിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് എൻ്റെ ഫീൽ ചെയ്യും, അയ്യോ ഇയാൾ മാറിക്കഴിഞ്ഞു, എൻ്റെ കൂടെ ഉള്ള ഒരു പേഴ്സൺ അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്കുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടുകയാണ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു ഗോൾസ്, അത് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നതൊക്കെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഴയതെല്ലാം മറന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല, അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല. മുമ്പ് നിങ്ങൾ ചാറ്റ് ചെയ്തത്, സംസാരിച്ചത്, അങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് പരസ്പരം നിങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എല്ലാം കഴിഞ്ഞതാണ്, ഇനി അതിനെക്കുറിച്ചൊരു ടോക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ സമയത്തൊക്കെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പുതിയൊരു പേഴ്സൺ ആണ് നിങ്ങൾ, നിങ്ങളുടെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോഴുള്ളത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ പറയാറുണ്ട് ഫോർഗിവ്നെസ് ഈസ് ഈക്വൽ ടു ഫ്രീഡം എന്നുള്ളത്. അതായത് നിങ്ങൾ മറന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീഡം അവർക്ക് അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ, നിങ്ങളത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങളും നിങ്ങളുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുക. അതായത് റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ, അപ്പം നിങ്ങൾ അത്രയും ഫ്രീഡം നിങ്ങൾക്കുണ്ട്, അതായത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളത് മാക്സിമം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഴയതെല്ലാം മറന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല
എന്ന രീതിയിലും നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട് വേണം ഇനി മുതൽ അങ്ങോട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മ്യൂച്വൽ നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ടാസ്കുള്ള പരിപാടിയൊന്നല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മുമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം, മുമ്പ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുത്തിടുക. ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പുള്ള കാര്യങ്ങളൊക്കെ മറന്നു എന്ന രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഘട്ടമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നീട് അങ്ങോട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ടോക്ക് അതിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത് പറയാം. നീ അന്ന് എന്നോടത് പറഞ്ഞിരുന്നു അല്ലേ, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മ ഉണ്ട് എന്നോടൊന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് പണ്ടത്തെ ആ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ടോക്ക് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ അങ്ങനെ ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും അവരുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരികയാണ് അവിടെ ചെയ്യാം. എന്ന് കരുതി പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. വളരെ ചെറുതായിട്ട് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കണം അത്. അതല്ലാതെ പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നമ്മളന്ന് അവിടെ പോയില്ലേ, ഇവിടെ പോയില്ലേ, നമ്മൾ അങ്ങനെ ചാറ്റ് ചെയ്തില്ലേ എന്നൊന്നും കഥയായിട്ടൊന്നും പറയരുത്. ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ, അത് മാത്രം ഇവിടെ ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. കൂടുതലാക്കി നിങ്ങൾ കൊളമാക്കരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ആ ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇവിടെ എടുത്തിട്ട് പറയാം. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും വന്നു കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരു ലൈഫ് ആയിട്ട് മുന്നോട്ട് പോവുക. അതായത് പുതിയ ആളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല, ഈ ഒരു പേഴ്സണായിട്ട് തന്നെ. പക്ഷെ പഴയ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആവരുത്. ഒരുപാട് മാറിയിട്ടുള്ള പുതിയൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലാവണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റിയിൽ മാറ്റം വരണം. നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ബൗണ്ടറിയിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ, മുമ്പേ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബൗണ്ടറിയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. അവരുടെ കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടും, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആവരുത്. കൃത്യമായ ബൗണ്ടറി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ കാണില്ലേ ആളുകളെ. അതായത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവരങ്ങനെ ആയിരിക്കും, എല്ലാം തുറന്നു പറയുക, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയുള്ള കുറെ റിലേഷൻഷിപ്പുകൾ തകർന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിന്റെ റീസൺ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അമിതമായ രീതിയിലൊന്നും ആവരുത് എന്നുള്ളതാണ്. എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. ഒരു ലിമിറ്റിന് നമ്മളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റിന് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഒരു ലിമിറ്റ് വെച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ. ഭയങ്കര ഓവറായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓവറായിട്ട് വേണ്ട, ബട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ആ രീതിയിൽ മീൻസ് എല്ലാം വളരെ കൃത്യമായി ഒരു നിയന്ത്രണത്തിലൂടെ ലിമിറ്റ് വെച്ച് കൊണ്ടുപോയാൽ മാത്രം മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ മുമ്പേ നിങ്ങൾ അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ആവരുത്. അവർ രണ്ടാം പ്രാവശ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാനിനി അവർക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അവർ വിട്ടുപോകുമോ എന്നൊരു പേടിയുടെ ആവശ്യം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിനാണ്. അതിനുശേഷം മാത്രം ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. അത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യമുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ഒരു ചിന്ത അവരിൽ വരും വേണം. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ മാറ്റം വരുത്തുക. നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ വരും. നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എത്തുമ്പോഴത്തേക്കും, ലാസ്റ്റ് പോയിന്റ് ആകുമ്പോഴത്തേക്കും അവർ വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർ വന്നു കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇല്ലെങ്കിൽ പഴയ പോലെ തന്നെ വീണ്ടും റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് ലോങ് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്